പൂഞ്ഞാർ നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ട കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക് കോളേജിൽ കള്ളവോട്ട് നടന്നുവെന്ന് UDF ആരോപിക്കുന്നു. 86 നമ്പർ ബൂത്തിൽ കള്ളവോട്ട് നടന്നുവെന്നാണ് പറയുന്നത്. UDF ആണ് ഈ ആരോപണവുമായി രംഗത്തെത്തുന്നത്. പാറത്തോട് പുളിക്കൽ ഫാത്തിമയുടെ വോട്ട് ഇവര് എത്തുന്നതിന് മുൻപ് തന്നെ മറ്റൊരാൾ ചെയ്തു എന്നുള്ളതാണ് UDF പ്രവർത്തകർ ആരോപിക്കുന്നത്. ഷിനോജ് ജസ്റ്റി വിവരങ്ങളുമായി ചേരുകയാണ്. ഷിനോജ്, പലയിടങ്ങളിലായി കള്ളവോട്ട് എന്നുള്ള ആരോപണം ഉണ്ടാകുന്നുണ്ട്. ഇതിപ്പോൾ ഫാത്തിമയുടെ വോട്ട് ആരാണ് രേഖപ്പെടുത്തിയത്? എന്താണ് അവിടെ തുടർ നടപടികൾ ഉണ്ടാവുക? ആരോപണങ്ങൾ എങ്ങനെയാണ്? അക്ഷയ ഏകദേശം 2 മണിയോട് കൂടിയാണ് ഈ ഫാത്തിമ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. ആ സമയത്താണ് തന്റെ വോട്ട് മറ്റൊരാൾ ചെയ്തിട്ട് പോയി എന്ന തരത്തിൽ അവർക്ക് വിവരം ലഭിക്കുന്നത്. തുടർന്ന് UDF പ്രവർത്തകർ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട ചലഞ്ച് ചെയ്തു, ആരോപണം ഉന്നയിച്ചു. അതിന് പിന്നാലെ നിലവിൽ ഇപ്പോൾ ഫാത്തിമയ്ക്ക് ടെൻഡർ വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള അവസരമൊക്കെ തന്നെ റിട്ടേണിംഗ് ഓഫീസറൊക്കെ തന്നെ ചേർന്ന് നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഈ സ്ഥലം എന്ന് പറയുന്നത് പൂഞ്ഞാർ മണ്ഡലത്തിലെ കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക്സ് കോളേജാണ്. അതിന് സമീപത്ത് തന്നെയാണ് ഇന്ന് രാവിലെ മറ്റൊരു പ്രശ്നം കൂടി ഉണ്ടായത്. അതായത് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLAയും പോലീസുമായി വാക്കേറ്റവും ഭീഷണിയും ഒക്കെ തന്നെ ഉണ്ടായതും ഈ പൂഞ്ഞാറിൽ തന്നെയാണ്. അങ്ങനെ പൂഞ്ഞാർ ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന സമയത്തും വലിയ രീതിയിൽ ചർച്ചയാകുന്നു.